ഹലോ, ഇവിടെ ആളില്ലേ? ഹലോ. ആരാ? എന്താ? അതെ, ഞാനിവിടെ സെൻസസ് എടുക്കാൻ വന്നതാണ്. ഇവിടുന്നോ? ശരി, ഞാനൊന്ന് നോക്കട്ടെ. എവിടെ കൊണ്ട് വെച്ചിരിക്കണ ആവോ? ഹലോ, എവിടേക്കാ പോണ? ഇങ്ങോട്ട് വരുമോ? അവിടെ ഒന്നും കാണാനില്ല. അവളെ എവിടെ കൊണ്ടുവച്ചിരിക്കണേന്നാവോ? പിന്നെ ഇത് സാധനം കണ്ട എങ്ങനെ ഇരിക്കും? എന്ത്? അല്ല, ഇപ്പൊ നേരത്തെ ഇവിടെ നിന്ന് എന്തെടുക്കാമെന്ന് പറഞ്ഞില്ലേ? അയ്യോ, അതൊന്നല്ല, ഞങ്ങൾ കുറച്ച് കാര്യം ചോദിക്കാൻ വന്നതാണേ. ചോദിച്ചോ. ഇവിടെ എത്ര പേരുണ്ട്? ഇവിടെ എല്ലാവർക്കും ഓരോ പേരേ ഉള്ളൂ. ഒരു പേര്, ഭാര്യക്കൊരു പേര്, പിന്നെ 2 മക്കൾക്ക് ഓരോ പേര്. എല്ലാവർക്കും ഓരോ പേര്. അപ്പൊ 4 പേരല്ലേ? എല്ലാവർക്കും ഒരു പേര്. ചെവി കേക്കില്ലേ? ഓരോരുത്തരുടെ പേര് പറയൂ. എന്റെ പേര് വലിയ ഗുണമില്ല. ശങ്കരൻ ആയി തരണ്ട. ശങ്കരൻ സുഖമില്ലാത്ത പേരാ. പിന്നെ ശാന്ത അതിന്റെ ഭാര്യ. പിന്നെ 2 മക്കള്, പൊന്നു മിന്നു. കുടുംബനാഥൻ നിങ്ങളല്ലേ? കുടുംബനാഥൻ ഞാനല്ല. കുടുംബനാഥൻ ഞാൻ. മറ്റുള്ളവർക്ക് നിങ്ങളായിട്ടുള്ള ബന്ധം എന്താ? ഇവിടെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ബന്ധാ. പക്ഷെ പൈസ ഉണ്ടെങ്കിൽ എല്ലാവരും ബന്ധാണ്. ഇപ്പൊ അവിടെ മറ്റേ സർസിയെടുത്തി ഞങ്ങളുടെ ബന്ധാണ്. ഗോപാലേട്ടൻ ഞങ്ങളുടെ ബന്ധാണ്. അങ്ങനെ ബന്ധങ്ങൾ ഒരുപാടുണ്ട്. ശരി. മതം ഹിന്ദു, മാതൃഭാഷ മലയാളം. സംസാര ഭാഷ പറഞ്ഞാലും ഞങ്ങളുടെ തൃശ്ശൂര്, മലപ്പുറം, പാലക്കാട്, ഈ 3 കൂടി കലർന്നൊരു ഭാഷയാണ് ഞങ്ങളുടെ സംസാര ഭാഷ. ചോദിച്ചോ. എത്ര മുറിയുണ്ട്? മുറി പറഞ്ഞപ്പോ ഒരു മുറി ഇവിടെ ഉണ്ട്. ഈ കാലിന്റെ 2 അവിടെ ഒരു മുറി ഉണ്ട്. പിന്നെ ഇപ്പൊ എന്നാലും ഞാൻ അവിടെ മറ്റേ നമ്മുടെ അയൽവാസി വീട്ടിൽ പോയപ്പോഴേ അവിടെ നിന്ന് വൈറ്റ് വീണു. എന്താ ഇവിടെ ഒരു മുറി. പിന്നെ പഴയ മുറികളിലൊക്കെ കുറെ ഉണ്ട്. അന്നിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതല്ല പറഞ്ഞത്. വീട്ടിൽ എത്ര മുറികളുണ്ടെന്നാ ചോദിച്ചത്. വീട്ടില് മുറിയോളോ? വീട്ടില് 4 മുറി. ഓക്കെ. ഏതുവരെ പഠിച്ചിരിക്കണത്? ഞാനോ? മനസ്സിലായി. കണ്ടിട്ടുണ്ടാവില്ല. ജനിച്ച സ്ഥലം എന്ന് പറഞ്ഞാ അതെ, എന്റെ വല്യമ്മയുടെ വീടിന്റെ അടുക്കളയിലാണ് എന്റെ ജനന സ്ഥലം. അതിന്റെ ഏതോ സ്ഥലം എന്നാ ചോദിച്ചത്? അടുക്കളയാണെന്നല്ലേ ചോദിച്ചത്? നിങ്ങൾ ഈ ജനിച്ച സ്ഥലം എവിടെയാന്ന്? ഈ വല്യമ്മയുടെ വീട് എവിടെയാ? വല്യമ്മയുടെ വീട് എന്ന് പറഞ്ഞാ എന്റെ അമ്മാമനല്ലോ, മൂത്ത അമ്മാമന്റെ വീടിന്റെ മുന്നേ വല്യമ്മയുടെ വീട്. ഈ മൂത്തമ്മാന്റെ വീട് എവിടെയാ? മൂത്തമ്മാമന്റെ വീട് വല്യമ്മയുടെ വീട് കഴിഞ്ഞിട്ടുള്ള സ്ഥലം മൂത്തമ്മാമന്റെ വീട്. പിന്നെ വീടിന്റെ സ്വഭാവം? വീടിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാ വീട് നല്ല തങ്കപ്പെട്ട സ്വഭാവം. അതല്ല ചോദിച്ചത്. വീട് നിങ്ങളെ സ്വന്തം വീടാണ് അതോ വാടകയ്ക്കാണ്? സ്വന്തം. കുടിവെള്ളം ഉണ്ടോ? കുടിവെള്ളം വേണമെങ്കിൽ തരാ. ചുക്കളം വേണോ അതോ തണുത്ത വെള്ളം? തന്റെ ഫ്രിഡ്ജില്ല. അതല്ല, നിങ്ങൾക്ക് കുടിക്കണ വെള്ളം കിണറുണ്ടോന്ന് ഉദ്ദേശിച്ചത്? കിണറുണ്ടല്ലോ. എല്ലാം എങ്ങനെ വെള്ളം ഉണ്ടാവുക? അതാ ഞാൻ ചോദിച്ചത്. കിണറുണ്ട്. പിന്നെ ഏട്ടാ, ഈ ശുചിമുറി ഉണ്ടോ? ശുചിമുറിയോ? കക്കൂസേ. കക്കൂസ് പോണെങ്കി അത് അപ്പുറത്ത് കൂടെ അങ്ങോട്ട് പോയാ മതി. അവിടെ ഉണ്ട്. ചോദിച്ചൂടെ വേണമെങ്കിൽ? അതല്ല, കക്കൂസ് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാ. കക്കൂസ് ഉണ്ടല്ലോ. കക്കൂസുണ്ട്. കറണ്ട് കണക്ഷൻ ഇല്ലേ? കറണ്ട് കണക്ഷൻ ഉണ്ട്. ഗ്യാസ് ഉണ്ടോ? ഗ്യാസ് ഉണ്ടോന്നോ? ഗ്യാസിന്റെ പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട്. അത് എന്താ ഇനി ചെയ്യാ?
അയ്യോ അത് നിങ്ങൾ വല്ല ഡോക്ടറെ കണ്ടു പരിശോധിച്ചാൽ മതി. പിന്നെ ഇപ്പൊ എന്തിനു ഞാൻ ചോദിച്ചത്? അതിനല്ലേ ചോദിച്ചത്, വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് ഉണ്ടോന്നാ ചോദിച്ചത്. വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ്? ആ ഗ്യാസ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. ഇനി ഇത്ര ചോദ്യം ഇവിടെ ചോദിച്ചോളൂ. ആ വീട്ടിലുള്ള ആൾക്കാർ അവിടെ ഉണ്ടോ? എവിടെ? ആ വീട് ഇനി ആ വീട്ടിൽ അവിടേക്ക് പോകുമ്പോഴേ അവിടെ ആളില്ലാന്ന് തോന്നുന്നു. അവിടുത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അവിടുത്തെ അവിടെ എത്ര പേരുണ്ട് വെച്ചാല് ഇവിടെ ഓരോരുത്തർക്കും ഓരോ പേരുള്ളൂ. അല്ല ഓനങ്ങനെ ഇല്ല കേട്ടോ. ഓന് പേര് വേറെ, ഇരട്ട പേര് വേറെ. ഗോപാലൻ എന്നാ ഓന്റെ പേര്. ഓന് വിളിക്കെന്താന്നറിയോ? പോണാവാലേ. അതെ, ഞാൻ അവരോട് ചോദിച്ചു. അല്ല ഞാന് പറഞ്ഞുതരുക. വേണ്ട ഇവിടെ വെറുതെ പോയി നിന്നിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ആരുമില്ല. പോണാവാല എങ്ങോട്ടോ പോയിക്കണ്.